ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് വയലറ്റ് ജാസ്മിനാണ്. പേര് ജാസ്മിനായിട്ട് ബന്ധമുണ്ടെങ്കിലും കാഴ്ചയിൽ ജാസ്മിനുമായിട്ട് കാര്യമായ ബന്ധമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ തെച്ചിപ്പൂവൊക്കെ പോലെയാണ്, നീണ്ട തണ്ടും അതിനകത്ത് 5 ഇതളുകൾ വരുന്ന പൂക്കളാണ് കാണുന്നത്. ഇത് നിറയെ കുലകുലയായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് പൂട്ടിരിക്കുകയാണ്. നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരുന്ന പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ചെടിയിൽ നിന്നും ലോഡ് ഇറക്കുന്ന സമയത്ത് ചെറിയൊരു ഭാഗം, നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ ഒരു വലിപ്പമുള്ളൊരു ഭാഗം പൊട്ടിക്കിടന്നിരുന്നു. അപ്പോൾ അത് വെറുതെ ഞാനിങ്ങനെ മണ്ണിൽ വെച്ച് നോക്കിയപ്പോൾ ഇതേ ഒരു മാസത്തോളമായിട്ടുണ്ട് ഇതിങ്ങനെ വലുതായി. ദേ 2 പൂക്കളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാര്യമായ പരിചരണമൊന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അത്. ചെടി ഇത്രയും വളർന്നപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണ്ണും ചേർത്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് അടിയിലെ ചാണകപ്പൊടിയൊക്കെ കിടന്ന് നന്നായിട്ട് നമ്മുടെ ചെടി നല്ല കരുത്തോടു കൂടി തന്നെ വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ 2 പൂവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഔട്ട്ലെറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെടികൾ ഇതിൻ്റെ ലഭ്യമാണ്. നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന ഈ ചെടിയുടെ മറ്റൊരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഒന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ചെടിയിൽ ഇങ്ങനെ ഒരു പൂ വിരിഞ്ഞ് വന്നപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ചെടിയുടെ തലപ്പൊക്കെ നുള്ളിയെടുത്തിട്ട് വെറുതെ ഒന്ന് ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പിടിച്ചു വരും. അപ്പം നമ്മുടെ ഇതേപോലെ ഒരു വലിയ ചട്ടിക്കകത്ത് 2ഉം 3ഉം കമ്പൊക്കെ കുത്തി പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് നിറയെ നമുക്ക് തെച്ചിയൊക്കെ പൂത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ചെടിയുടെ തലപ്പൊക്കിനെ നുള്ളി നിർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്, പുതിയ തളിരും പുതിയ കമ്പുകളും പുതിയ പൂമൊട്ടുകളും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ചെടി പിന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതൊന്നുമല്ല കേട്ടോ. കൂടാതെ ഇതിൻ്റെ പൂക്കൾക്ക് യാതൊരു മണവും തന്നെ ഇല്ല. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രീതിയിലുള്ളൊരു കളറാണ് കേട്ടോ ഈ പൂവിന് വരുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതൊക്കെയാണ് ഒരു കുഞ്ഞു വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബായ്.